നമ്മളെ തെങ്ങ് ഇതാണ് ഇവിടുത്തെ ടാർഗറ്റ്. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ഒരുത്തനെ കൂട്ടം പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ബോറടിയുണ്ട്. നീ അല്ലെങ്കിൽ അങ്ങോട്ട് വരാൻ പറഞ്ഞേ. ബ്രേക്കില്ല അപ്പോഴത്തേക്ക് ഇവിടെ എത്തിക്കുക. അങ്ങോട്ട് പോയിട്ട് വരാം. അതെ നീ എനിക്ക് എന്താ ബാത്റൂം പോയിട്ടുണ്ടോ? നല്ല കാർമേയുണ്ട് കേട്ടോ, നല്ല മഴയായിരുന്നു. ഇതിലൊക്കെ എമ്മാതിരി ഇടിയായിരുന്നു അറിയോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ചെറിയ ചാറ്റിലും ഇടിയോ. ഇവിടെ തെങ്ങാണ്ടാണ്ട് അതായത് പോയി നോക്കണം. അങ്ങോട്ട് പോകാനും മടിയാവുന്നുണ്ട്. എന്താ ചെയ്യുക, നിരപ്പായുള്ള സ്ഥലത്ത് അധികം നിൽക്കണില്ല. ബാക്കിലൊരു തെങ്ങുണ്ട്, ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഒരു മരവും ഇല്ല. ഇന്നലെ അമ്മാതിരി ഇടിയായിരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പേടിയായി വരുന്നു, പേടി ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ സുഖമുണ്ട്, ഒരു ചെറിയ ബോറടിക്കുക. ഇത് സൂര്യകാന്തിൻ്റെ പോകലല്ലേ? അതല്ല, ആരതൊക്കെ കാലമൊക്കെ കോൺക്രീറ്റിൽ അമർന്നിട്ട് റോഡ് നാശമായില്ലേ. നല്ല റോഡ് പേരൊക്കെ കാല് വലിച്ചു വരിട്ടിരിക്കണം. വണ്ടി വന്നാൽ അതിൻ്റെ മേലക്കോട് കയറും. കുഴപ്പമില്ല, അധികം വലുതൊന്നും അല്ലല്ലോ, ചെറുതല്ലേ. ചെറിയ കയറട്ടെ, വണ്ടിക്ക് ഒരു അപകടമൊന്നും പറ്റൂല. പോകുമ്പോൾ നമുക്ക് അതിൻ്റെ മേലക്കോട് കയറ്റിയിട്ട് പോകും. ഇതൊക്കെ പേരക്ക വരാനുള്ള ചെറിയ പേരക്കൊക്കെ വളർന്നു വരുന്നുണ്ട്. വലുതാവട്ടെ, നമുക്ക് പേരക്കൊക്കെ തിന്നാനുള്ള. ഇപ്പോൾ ഉള്ളത് അധികം ചെറിയ വീടാണ്, ഇവിടുന്ന് ചവിട്ടാനാവണില്ല. പുതിയ വീട് വരുന്ന സ്ഥലം നമ്മളെ തെങ്ങ് ഇതാണ് ഇവിടുത്തെ ടാർഗറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചവിട്ടാൻ കുറച്ച് പാടാവുക. ഈ വീടില്ലേ അതിൻ്റെ അവിടെ നിന്ന് മേലോട്ട് കടയിൽ പോകണോ? നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയി നോക്കണം. എന്തായാലും ഞാൻ വീട്ടിൽ വെറുതെ നിൽക്കുക, ഒറ്റ കൈയും വിട്ട് അങ്ങോട്ട് പോകണോ? ഗ്രൗണ്ടിൽ എത്തിയിട്ട് കാണിച്ചു തരണം നിങ്ങൾക്ക്. ഗ്രൗണ്ടിൽ എത്തിയിട്ട് കാണിച്ചിട്ട് അവിടെ ഒന്നാമത് കട്ടരാ, മറ്റേതില്ലേ വെട്ടല്ലല്ലോ, മെറ്റിലൊക്കെ അല്ലേ, അങ്ങനത്തെ ടയറ് വെട്ടും. ഈ ഗ്രൗണ്ടൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഉണ്ടല്ലോ പണ്ടത്തെ ഓർമ്മ ഇങ്ങനെ വരികയാണ്. ഇവിടെ കളിക്കാൻ വന്നതൊക്കെ ചളിയിലൊക്കെ കുത്തി മാറിയിരുന്നു. ഞങ്ങൾ ചളിയിൽ ഫുട്ബോൾ കളിക്കാന്ന് പറഞ്ഞിട്ട് മഴയുള്ള സമയത്ത് തന്നെ ഞങ്ങൾ 4 ആൾക്കാർ വന്നിട്ടോ. ഫുട്ബോളെല്ലാം കളിച്ച് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ വീട്ടിൽ പോയിട്ട് എന്ത് കാട്ടാനാ, പ്രസൻറ്റിൽ തന്നെ നമ്മൾ ആഘോഷിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ചളിയിൽ മുക്കി വരത്തനെ. എന്നിട്ട് ചെക്ക എന്നെ അടുത്ത് വലിച്ചിട്ട് ഇതാ ക്ലിയർ. ഇവിടെ പുല്ലൊക്കെ വളർന്ന് ഫുള്ള് ചളിയായിരുന്നു. ഇതിൽ കൂടെ പോയി നോക്കാനാ, എന്താ ചെയ്യുക? ചെമ്പറുമല അതിനെക്കാട്ടി അടിപൊളി കണ്ടോ, നല്ല ലൈറ്റ് കളറൊക്കെ ആയിട്ട്. രണ്ട് മലേൻ്റെ നടുവിലല്ലല്ലോ, ഈ മലേൻ്റെ സൈഡിലായിട്ടാണ് ഞങ്ങൾ പോയത്. ചെമ്പറമല കുറച്ച് ദൂരെ പോകണം. പല ഭാഗത്തുനിന്ന് ഈ സ്ഥലമല്ലേ ഇപ്പം ഞാൻ സൈക്കിൾ എടുത്തി വെച്ചത് വേണ്ടോ, അവിടുന്ന് ഇവിടെ വരെ വരണമെന്ന് എന്താ പറയുക, തെങ്ങിനോടിക്ക് പോവാ. തെങ്ങിൻ്റെ അവിടെ വരെ നടന്നിട്ട് വരാം. ഇവിടെ തെങ്ങ് പറഞ്ഞ സാധനം അത് അപ്പുറത്തുണ്ട്, അവരുടെ തോട്ടത്തിലാണ്. പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ തെങ്ങില്ലെങ്കിൽ എങ്ങോട്ട് പോകുമെന്ന് പറയുന്നത് എനിക്കറിയില്ല. ചളിയായുണ്ട്, ഫ്രണ്ട് ടയറിൽ ചളിയായുണ്ട്. മഴയൊക്കെ അല്ലേ, ഞാൻ ഇത്ര നേരം അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിയില്ല, ചടക്കിയായിരുന്നു. പിന്നെ ആ ചെക്കൻ വിളിച്ച് സൈക്കിളെടുത്ത് ഇവിടെ വരെ വരാൻ പറഞ്ഞു. ഇതാ ഇവിടെ വരെ, ഈ തെങ്ങില്ലേ നമ്മളെ തെങ്ങ്, അവിടെ വരെ വരാൻ പറഞ്ഞു. സൈക്കിളെടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ചെക്ക അവിടെ എത്തി. ചെക്കന് ബാത്റൂം പോകാൻ മുട്ടുണ്ടെന്ന്. അയ്യോ, നേരത്തെ കയ്യിലായിട്ടുണ്ട്. പേരക്കണ്ടാവട്ടെ, ഇതിലൊക്കെ ഉണ്ട്. പച്ചയാണ്, കാര്യം പച്ച, തിന്നാൻ പറ്റൂല, കയ്പ്പായിരിക്കും. കൂടെ കയറ്റിയാലോ. മുള്ളുമുരുക്ക് ചിലവരെങ്ങനെ ഊക്കുമ്പോഴേ അവരിടയ്ക്ക് മുള്ളുമുരുക്കിൻ്റെ പേരെടുത്തോളും. മുള്ളുമുരുക്ക് കയറിക്കോന്ന് അങ്ങനെ പറയും. അവിടെ സ്ക്യൂട്ട് ചെയ്തിട്ടുണ്ട്, ബി കെയർഫുൾ. അത് എന്നെ അറിയണ ആരോ ആണ് കേട്ടോ. വെറുതെ നോക്കി ചിരിക്കുക, ഒരു മൈൻഡ് ആക്കുക, വെറുതെ ഇങ്ങനല്ലേ. ഇതങ്ങനെയല്ല, ഒരു ബോണ്ടിങ് ഉള്ള പോലത്തെ ഒരു എവിടെയോ നല്ല പരിചയമുള്ള പോലെ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഫോളോ ചെയ്ത ആരെങ്കിലൊക്കെ ആയിരിക്കും. റൗണ്ട് കറക്കുമ്പോൾ സുഖം, ഒറ്റ കയ്യിൽ എക്സ്പീരിയൻസ് വേണം, അല്ലാതെ ഇതേപോലെ റൗണ്ടൊന്നും കറക്കാൻ പറ്റില്ല ആർക്കും. ഒറ്റ റൗണ്ട് കറക്കുമ്പോൾ തന്നെ വെയ്യും. ഒറ്റ കയ്യിലാണ് കറക്കുന്നത്. തലറങ്ങണം മതി. അയ്യോ, വേസ്റ്റ് കൂടി കിടക്കുന്ന ഭാഗത്ത് നല്ല മീനുണ്ടാവും. വല്ല മുഴുവോ ആരിലോ വേറെ വല്ല വലിയ മീനുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പണ്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് ചൂണ്ടരാൻ വരികയായിരുന്നു, എൻ്റെ ചൂണ്ടി എടുത്തിട്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, വേറെ ആരുണ്ടെങ്കിൽ വേറെ ആരെപ്പം വരും. ഇപ്പം അതിനൊന്നും മൂടില്ല. ഒറ്റയ്ക്ക് സൈക്കിൾ ഓടിക്കുകയാണെങ്കിൽ വേറൊരു സുഖം ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളെപ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമല്ലോ. ഇവിടെ ഞങ്ങളെ ചുരം കാണിച്ചത് കേട്ടോ. ഇവിടെ ഒരു വളവുണ്ട്, ഇത് 1ാം വളവ്, ഇത് 2ാം വളവ്. കണ്ടോ, ഇവിടെ നിന്ന് കുണ്ടും കുഴി പോലെയാണ് കണ്ടോ. അയ്യോ, ഇപ്പോൾ പോരെ. ഇതിലൊരു കൊക്കിരിക്കുന്നത് കാണണ്ടോ, എന്ത് രസമാണ്. ഒരു കൊക്കും പരുന്ത് പോലെ ജീവിയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മ അടിപൊളിയായിരുന്നു. തവളപ്പൊട്ടിൻ്റെ കൂട്ടം കണ്ടോ, ഓക്കെ എമ്മാതിരി വലുതാന്ന്. ഇതൊക്കെ എത്ര വലിയ തവളയായിരിക്കുമല്ലേ ഇതിനെ കിട്ടുകയാണ്. കാല് വന്നിട്ടോ
ഞാൻ കുറേ കഴിഞ്ഞാൽ കരയിൽ കയറാൻ തുടങ്ങും. മറ്റേ കളറുള്ള ടൈപ്പ് എന്തോ ആണ്. എനിക്ക് തവളേനെ മാത്രമേ ഉള്ളൂ പേടിയായിട്ടുള്ളത്. തവളേനെ ഒന്ന് പിടിച്ച് മേത്തക്കിടില്ല കേട്ടോ. ഇതാ മുറ്റത്ത് മാങ്ങാണ്ടി തൊപ്പിയിട്ട്. അച്ഛാ, അച്ഛനാണ് അവിടുന്ന് മാങ്ങാണ്ടി ഇങ്ങോട്ടിട്ടെ. ഒന്ന് നടുവറ്റത്തിട്ട് വെച്ചിട്ട് ഇപ്പം ഇതൊക്കെ വിരിച്ചിടണം. വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതപ്പ് മടക്കി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ പുതപ്പെടുത്ത് ഇവിടെ മൊബൈലും കളിച്ച് ഇവിടെ വെക്കും. അത് എഡിറ്റിങ് ഇപ്പോൾ പകുതിയാക്കിയിട്ട് ഞാനിവിടെ കടന്നുകൊണ്ട് വെക്കും. ഞാൻ വെറുതെ പറഞ്ഞ കൊച്ചുകുട്ടികളെ അവിടെ കിടക്കണത്. അതാ ഓടി. ഇതിനധികം പേടിയില്ല, മറ്റേതിന് ഭയങ്കര പേടിയാണ്. എന്താ ഇങ്ങനെ പേടിക്കുന്നത് അല്ലേ? ജിമ്മീൻ്റെ ചാക്കാണിത് കേട്ടോ. ജിമ്മി എപ്പോഴും ഇവിടെ നിന്നാൽ ഈ ചാക്ക് കടിച്ച് വെച്ചിട്ട് ഈ മൂലയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇരിക്കും നിൽക്കുക. പൂച്ചുകുട്ടികളെ കണ്ടുകൊണ്ടേ ഇരിക്കും. ജിമ്മി ആ ചാക്ക് എടുക്കാത്ത അല്ല ജിമ്മി. ചാക്കെടുത്ത ജിം. ഇപ്പോഴാണ് ഈ കറണ്ടും പോയി വൈഫൈ ഓഫ് ആവുകയും ചെയ്ത്. അച്ഛൻ്റെ കയ്യിൽ കുറച്ചൊരു ഹോട്ട്സ്പോട്ട് മേടിച്ചിട്ടുണ്ട്. അതെന്തെങ്കിലുമൊക്കെ കണ്ടിക്കട്ടെ. ഗെയിം മേലെ കയറ്റി വെക്കാം. കറണ്ട് പോകുമ്പോൾ വീട് നമ്പർ 556. വീട് നമ്പർ ഇതാ. വീട് നമ്പറാണ്. അഡിക്റ്റ് ആവാത്തൊരു ടൈപ്പ് ഗെയിം കയറ്റണം. നെറ്റില്ലാത്തപ്പോൾ മാത്രം കളിക്കുന്ന ടൈപ്പ്. ഫ്രീ ഫയർ ഗെയിം ഡിലീറ്റ് ആയി കളിക്കുന്നത്. 7 കൊല്ലമൊക്കെ ഞാൻ നിർത്താതെ കളിച്ചുകൊണ്ട് വരുന്ന ഗെയിമായിരുന്നു ഫ്രീ ഫയർ. അത് ഞാൻ ഡിലീറ്റ് ആക്കി. അഡിക്ഷൻ കാരണം. നമ്മളെ സക്സസ്സിനെ ബാധിക്കുന്ന ഒരു സാധനം നമ്മുടെ ലൈഫിൽ വെക്കാൻ പാടില്ല, ഞാൻ പറയുക. ഓക്കെ, മൈൻഡ് ഇറ്റ്. ജിമ്മീന് മാന്തി തോന്നുന്നു പൂച്ചകളൊക്കെ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ചോറ് കഴിക്കാനുള്ള ടൈം ആട്ടോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവാ കേട്ടോ. അമ്മ 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 വാലോ കിടക്കാൻ പോവാ. എനിക്കുണ്ട്. ഗയ്സ്, നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഉണ്ണി വലിയ കയറി വാ ഇവിടെ കിടക്കാം. അപ്പോൾ നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ഇത് പറയാം ബായ് ബായ് എന്ന് പറയാം. ഷൈ. അപ്പോൾ നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.